ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ നിങ്ങൾ കണ്ടില്ലേ ഈ കലാത്തിയ പ്ലാന്റ്, ഇതൊന്ന് സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വാങ്ങി വെച്ചിട്ട് 2 ആഴ്ച ആയിട്ടുണ്ട്. അതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഉണങ്ങി ഇതായി വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ ഞായറാഴ്ച ഓരോ തിരക്കായിട്ട് അതങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഇന്ന് എന്തായാലും അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലത്തെ ചായയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇത് എവിടെ സെറ്റ് ചെയ്യണം എന്നായിട്ടോ ആദ്യം വിചാരിച്ചത് ഈ ഭാഗത്ത് ആ സൈഡിലും അതിൻ്റെ ഇരിക്കിലൂടെ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ സഞ്ജുവും ചക്കരയ്ക്കൊക്കെ പറഞ്ഞു വേണ്ട, ഇപ്പുറത്തെ ഭാഗത്ത് വെക്കാം, കയറി വരുന്നത് അവിടെ ഇങ്ങനെ നമുക്ക് ആദ്യം അവിടെ വെച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ പിന്നെ ചെടികളൊക്കെ എടുത്ത് ഇവിടേക്ക് വെച്ചു, ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു കേട്ടോ. ഇത് കാണുമ്പോൾ ഒരു ചെറിയ ഏരിയയും കുറച്ച് ചെടികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മണ്ണൊക്കെ നന്നായിട്ട് ഉറച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ വികാസമൊക്കെ എടുത്ത് അതൊക്കെ കൊത്തി ഇളക്കിയിട്ടാണ് കേട്ടോ അവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നത്. ഞങ്ങളെക്കൊണ്ട് ഒറ്റയ്ക്കാണെങ്കിൽ എന്തായാലും പറ്റുണ്ടായിരുന്നില്ല. അതാണ് ബോബിയേട്ടന് ഒഴിവുള്ളൊരു ദിവസം നോക്കി ഞാനങ്ങനെ വെച്ചത് കേട്ടോ. പിന്നെ അവിടെയുള്ള ചെടികളൊക്കെ എടുത്ത് മാറ്റി. പിന്നെ അടിയിൽ കുറേ മാർബിളിൻ്റെ പീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വേസ്റ്റായിട്ടുള്ള, അതൊക്കെ ഇളക്കി മാറ്റി, അതൊക്കെ ക്ലീൻ ചെയ്ത് പുല്ലും മണ്ണും കല്ലൊക്കെ വൃത്തിയാക്കി എടുത്തു. പിന്നെ നന്നായിട്ടൊന്ന് ചാല് കീറി എടുത്തു കേട്ടോ. പറയുമ്പോൾ നല്ല എളുപ്പമാണെങ്കിലും ആ മണ്ണിൽ കൊത്തിയിട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല, നല്ല ഉറച്ചിറക്കിയായിരുന്നു മണ്ണ്. എങ്ങനെയായാലും മണ്ണൊക്കെ കൊത്തി ഇളക്കി അതിലിങ്ങനെ ചാല് കീറിയിട്ട് ഇതൊരു 1 അടിയോ 1.5 അടി അകലത്തിലാണ് കേട്ടോ വെക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ആദ്യം ഇത് സെറ്റ് ചെയ്യാനുള്ള വളം നന്നായിട്ട് വളം ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 6 മാസം കൂടുമ്പോൾ അതിന് നന്നായിട്ട് വളമൊക്കെ ഇട്ട് കൊടുക്കണം. എന്നാലേ ഉള്ളൂ ആ ഇലയൊക്കെ നന്നായിട്ട് പച്ച കളറായിട്ടൊക്കെ വേറെ തൈകളൊക്കെ പൊട്ടി അങ്ങനെ വളരുള്ളൂ. അതിനായിട്ട് കുറച്ച് ചേരിച്ചവറും വളമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തുടങ്ങിയ പരിപാടിയാണെങ്കിലും സമയം അത്യാവശ്യം നന്നായിട്ട് വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആ ചട്ടകം പോലത്തെ കിട്ടോ, കയ്യാണ്ടാക്കിടി. ജൈവവളമാണ് അവിടുന്ന് വൈകുന്നേരം വരെ കാട്ടമുട്ട നോക്കുക. മാറി സഞ്ജു അത് മിക്സ് ചെയ്യാൻ ചട്ടമൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് അത് കൈകൊണ്ട് മിക്സ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മിക്സിങ്, വളം മിക്സിങ് അത് കഴിഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ ഈ ചേരിച്ചവറും വളമൊക്കെ കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തു കേട്ടോ. നല്ലൊരു സ്ഥലത്ത് വെച്ച് അതൊന്ന് മിക്സാക്കി എടുത്താൽ മണ്ണിലിട്ട് ഇതാക്കണ്ടെന്ന് കരുതി. പിന്നെ അത് ചാക്കിലേക്ക് തന്നെ ആക്കിയിട്ട് നമ്മൾ ആ ചെടി നടുന്ന അവിടേക്ക് എടുക്കുകയാണ് കേട്ടോ. അവിടെ അടിക്കൂട്ടുണ്ട് എടുത്തല്ലോ. പിന്നെ നമ്മളത് വളമൊക്കെ ചാക്കിലാക്കി ഇങ്ങോട്ട് എടുത്തു. പിന്നെ ഇവിടെ മുറ്റത്തൊക്കെ നിറയെ മണ്ണ് പൊടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നനയ്ക്കുമ്പോൾ അവിടെയൊക്കെ ആ പൊടിയൊക്കെ ചളിയായിട്ട് ഒന്നാകെ ആവുമല്ലോ എന്ന് കരുതി പിന്നെ അവിടെയും കൂടി ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ നനയ്ക്കൊക്കെ ചെയ്യാൻ കേട്ടോ. നന്നായിട്ട് നനച്ച് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ വളം അതിലിട്ട് ഈ ചെടി അതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ കലാത്തിയ ലുടിയ എന്ന് പറഞ്ഞാൽ ഈ ചെടിക്ക് ഒരുപാട് വെയിലൊന്നും പറ്റൂല കേട്ടോ.
നല്ല വെയിൽ പറ്റുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇലകൾക്കൊക്കെ ഒരു മഞ്ഞ കളറും ആ ഇലയുടെ സൈഡൊക്കെ ഇങ്ങനെ കരിഞ്ഞ പോലെയൊക്കെ അങ്ങനെ വരും കേട്ടോ. ഇതൊരു 5-6 മാസമാകുമ്പോഴത്തേക്ക് നന്നായിട്ട് വളരുന്നൊരു ചെടിയാണ് കേട്ടോ. ഈ കലാത്തിയലുടിയെ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തൈകളൊക്കെ വന്ന് ഇങ്ങനെ തിക്കായിട്ട് വളരും. അപ്പം തന്നെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ കുറേ ആയിട്ട് വിചാരിക്കുന്നതാണ് കേട്ടോ ഈ കലാത്തിയ ലുടിയ ഒന്ന് സെറ്റ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ ഈ കലാത്തിയ ലുടിയ. പിന്നെ ഇതേ നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തു കേട്ടോ. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ കലാത്തിയ ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ഒരേപോലുള്ള കലാത്തിയാണ് കേട്ടോ. ഒരു 1.5 അടി അകലത്തിലാണ് കേട്ടോ. ഏകദേശം ഒരു കണക്കിൽ അങ്ങനെയാണ് കേട്ടോ ഈ കലാത്തിയ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ എല്ലാം ഏകദേശം ഒന്നിങ്ങനെ അടുപ്പിച്ച് വെച്ച് കൊടുത്തു കേട്ടോ. എങ്ങനെ എവിടെയൊക്കെ വെക്കണം എന്നുള്ളൊരു അകലത്തിൽ അങ്ങനെ വെച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഓരോന്നും കുറച്ചൊന്ന് ആഴത്തിൽ കുഴിയൊക്കെ എടുത്ത് വളമൊക്കെ ഇട്ട് അതങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കവറൊക്കെ മാറ്റി നോക്കുമ്പോൾ ഇതാണെങ്കിൽ നന്നായിട്ട് ഉറച്ചിരിക്കുകയാണ് കേട്ടോ മണ്ണൊക്കെ. പിന്നെ അതൊക്കെ ഒന്ന് ഇളക്കി ഇതാക്കിയിട്ടാണ് കേട്ടോ അതിലേക്ക് വെച്ച് കൊടുത്തത്. നല്ല ആഴത്തിൽ കുഴി വെച്ചിട്ട് വളമൊക്കെ അതിലിട്ട് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമ്മളിത് കവറൊക്കെ പൊട്ടിച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിനിടയ്ക്കിടയ്ക്ക് നന്നായിട്ട് വളം ചേർത്ത് കൊടുക്കണം കേട്ടോ. മാസത്തിൽ 2-3 മാസം കൂടുമ്പോൾ നന്നായിട്ട് വളം ഇട്ട് കൊടുക്കണം. നന്നായിട്ട് വെള്ളവും കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ഇലയ്ക്കൊക്കെ ഒരു മഞ്ഞപ്പ് വരും. ഇപ്പം തന്നെ കണ്ടില്ലേ 2 ആഴ്ചയായി ഇത് കൊണ്ടുവച്ചിട്ട്. എന്നിട്ട് ഇപ്പം നന്നായിട്ട് വളമൊന്നും ഇതാവായിട്ടാണ് അതിൻ്റെ ഇലയൊക്കെ മഞ്ഞപ്പും വെയിലും ഒക്കെ അങ്ങോട്ട് വന്നിട്ട് കുറേ ഇലയൊക്കെ അങ്ങനെ ഉണങ്ങി പോയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലവണ്ണം വെള്ളമൊക്കെ കിട്ടണം. എന്നാൽ നല്ല ഭംഗിയിൽ ഇത് വളരും കേട്ടോ. കാണാൻ നല്ല രസമാണ്. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് കാണുമ്പോഴും ഇങ്ങനെ വെക്കണം എന്ന് വിചാരിക്കും. പിന്നെ ഒരു 15 തൈയാണ് കേട്ടോ അപ്പോൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് വേണം ബാക്കി കൂടി അതൊക്കെ ഒന്ന് അങ്ങനെ റെഡിയാക്കി എടുക്കാൻ. പിന്നെ ഇതിനിടയ്ക്കിടയ്ക്ക് നന്നായിട്ട് വളം ചേർത്ത് കൊടുത്താലേ ഉള്ളൂ കേട്ടോ ഇതിങ്ങനെ തൈയൊക്കെ പൊട്ടി നന്നായിട്ട് വളരുള്ളൂ. ഇത് കലാത്തിയുടെ ചെറിയ തൈകളാണ് കേട്ടോ. ഇത് നല്ല പൊക്കത്തിൽ വളരുന്ന ഒരു ചെടിയാണ്. പിന്നെ വാങ്ങുമ്പോൾ തന്നെ ഒരുപാട് വലുത് വാങ്ങാതിരുന്നതാണ് കേട്ടോ. നമുക്കിത് ചെറിയ തൈ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ച് അങ്ങനെ വളർത്തി വലുതാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എന്താ പറയുക ചാലൊക്കെ കയറി ഇതേപോലെ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് തന്നെ സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വെയിലുണ്ട്. മാത്രമല്ല ഇവിടെയൊക്കെ നിറയെ മണ്ണുണ്ടായിരുന്നു കേട്ടോ. ആ മണ്ണൊക്കെ ഒന്ന് ലെവലാക്കി എടുത്ത് ആ മണ്ണൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളിത് സെറ്റ് ചെയ്തത്. ഈ കലാത്തിയ മതിലിൻ്റെ സൈഡിലൂടെ വെച്ച ശേഷം ബാക്കി വരുന്ന ആ ഏരിയയിലൊക്കെ ആ നിലത്ത് വളരുന്ന ചെറിയ ആ ചെടി ഇങ്ങനെ വെച്ച് കൊടുക്കാൻ കേട്ടോ ചെയ്തത്. ഇടവിട്ട് അങ്ങനെ വെച്ച് കൊടുത്തു. പിന്നെ നല്ല മണ്ണൊക്കെ ഇളകി നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് നിറയെ അങ്ങോട്ട് വളർത്താമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി അതിൻ്റെ ഉള്ളിൽ കൂടെ ഇനി എത്രത്തോളം പുല്ല് വളരും എന്നുള്ളത് അറിയില്ല. ഏതായാലും ഇതൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി. ഇപ്പോഴത്തന്നെ ടൈമൊക്കെ ഒരുപാട് വൈകിട്ടുണ്ട്. ഇന്ന് ഫുഡ് കാര്യങ്ങളൊന്നും റെഡിയാക്കാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഫുഡ് ഇന്ന് നേരത്തെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ ചെടികളിലെ പുല്ലൊക്കെ പോക്കി അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നിന്നാൽ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. സമയം ഇതിലേ പോകണമെന്ന് അറിയില്ല. അങ്ങനെ നമ്മുടെ ഈ കലാത്തിയ വാങ്ങി വെച്ചിട്ട് കുറച്ച് ദിവസമായെങ്കിലും ഇന്നതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു കേട്ടോ. ഇനി അതൊന്ന് നന്നായിട്ട് വളർന്ന് കാണുക കൂടി ചെയ്യണം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കലാത്തിയ സെറ്റ് ചെയ്തതിന് ശേഷമുള്ള മൊത്തമായിട്ടുള്ള ഒരു കാഴ്ച. അത് നന്നായിട്ടൊന്ന് വളർന്നാലേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ആ ഒരു നല്ലൊരു ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ.